السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബ്രിട്ടീഷ് മദ്രാസ് പ്രസിഡൻസിയിലെ രാമേശ്വരം എന്ന് പറയുന്ന ഗ്രാമം, രാമേശ്വരത്തെ മസ്ജിദിലെ പള്ളിയിലെ മുക്രിയായും അതുപോലെ തന്നെ രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് ഉപജീവനാർത്ഥം ബോട്ട് സർവീസ് നടത്തുകയും ചെയ്തിരുന്ന ആളാണ് സൈനുൽ ആബിദീൻ. രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് പാലം വന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അവതാളത്തിലാവുകയാണ്. സാമ്പത്തികപരമായി വളരെയേറെ പിന്നോക്കം നിൽക്കുകയാണ്. ഈ കുടുംബത്തിലെ അഞ്ചാമത്തെ മകനായാണ് 1931 ഒക്ടോബർ 25 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മരണീയനായ രാഷ്ട്രപതിയും അതുപോലെ തന്നെ ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുകയും ഇന്ത്യയിലെ യുവാക്കളെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്ത APJ അബ്ദുൽ കലാം ജനിക്കുന്നത്. മുഴുവൻ പേര് അബുൽ ഫഖീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്നാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വളരെയേറെ പഠിക്കാൻ തൽപരനായിരുന്നു ഇദ്ദേഹം. തൻ്റെ കുടുംബ പശ്ചാത്തലം അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഇദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. സൗജന്യ വിദ്യാഭ്യാസം എവിടെ നിന്നാണ് ലഭിക്കുക എന്നതായിരുന്നു ചെറിയ പ്രായത്തിലെ ഇദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെ തൊട്ടടുത്ത രാമേശ്വരം ക്ഷേത്രത്തിൽ വെളുപ്പിന് ഗണിതം സൗജന്യമായി പഠിപ്പിക്കുന്നെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഗണിതം പഠിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള രാമേശ്വരം മസ്ജിദിൽ വെച്ച് സുബ്ഹി നമസ്കരിക്കുന്നു. അതിനുശേഷം 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി പത്രം വിൽപ്പന നടത്തുന്നു. ഇങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ ഇദ്ദേഹം സാമ്പത്തികം നേടിക്കൊണ്ടിരുന്നത്, വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തൻ്റെ ചെലവുകൾ നോക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരിക്കൽ ചോദിക്കുകയാണ്, നിനക്ക് പഠിക്കണോ? ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയില്ലാത്ത ചോദ്യമാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഭക്ഷണം തേടിയുള്ള യാത്രയാണ്, എങ്ങനെയെങ്കിലും ചെറിയ തൊഴിലുകൾ ചെയ്യുകയാണ്. പക്ഷേ ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആ പിതാവ് വളരെയേറെ ഹൃദയം കൊണ്ട് വേദനിച്ചു പോയി. തുടർന്ന് രാമനാഥപുരത്തുള്ള ഒരു സ്കൂളിലേക്ക് ഇദ്ദേഹം പോവുകയാണ്. സ്കൂളിലെ വരാന്തയിൽ ഇങ്ങനെ പോയി നിന്ന സമയത്ത് ഒരു അധ്യാപകൻ ചോദിക്കുകയാണ്, എന്താണ് മോനെന്ന് ചോദിച്ചു. നിന്റെ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറയും, എനിക്ക് ക്ലാസ് അറിയില്ല. വളരെ സൗമ്യമായ മറുപടി. പക്ഷേ അദ്ദേഹം ഈ അധ്യാപകൻ നിനക്ക് ക്ലാസ് പോലും അറിയാതെയാണ് സ്കൂളിൽ വരുന്നതെന്ന് ചോദിക്കാം. അങ്ങനെ അവസാനം ഈ ചോദ്യത്തിന് ഇദ്ദേഹം മറുപടി നൽകിയത് ഗണിതത്തിൽ 100-ൽ 100 പോയിന്റ് വാങ്ങിയാണ്. തുടർന്ന് ഇദ്ദേഹം സെന്റ് ജോസഫ് കോളേജിൽ നിന്നും 1957 ഫിസിക്സിൽ ബിരുദം നേടുകയാണ്. ഉപരിപഠനത്തിനായി MIT-യിലേക്ക് പോവുകയാണ്. 1000 രൂപ ഫീസ് അടക്കാനില്ലാത്തതിനാൽ തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് സഹോദരി സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തി ഇദ്ദേഹത്തിന് 1000 രൂപ കൊടുക്കുകയാണ്. അങ്ങനെ MIT-യിൽ നിന്നും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുകയാണ്. തുടർന്ന് ISRO നടത്തിയ 8 പേർക്കുള്ള ഇന്റർവ്യൂവിൽ 9ാം സ്ഥാനക്കാരനായി പിന്നെയും വീട്ടിലേക്ക് പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ ചേരുകയാണ്. ഇദ്ദേഹത്തിന്റെ ടാലന്റ് മനസ്സിലാക്കിയ വിക്രം സാരാഭായി ഇദ്ദേഹത്തെ ISRO-യിലേക്ക് ക്ഷണിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇടപെടുകയും ചെയ്യാണ്. ഇന്ത്യയുടെ ആകാശത്തോടുകൂടി പറവകൾ മാത്രം പറന്നിരുന്ന കാലം, അമേരിക്കയും ജപ്പാനും ഇങ്ങനെ തുടങ്ങിയ വികസിത രാഷ്ട്രങ്ങളിൽ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് SLV സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആദ്യമായി ഇന്ത്യക്ക് കണ്ടെത്തി കൊടുത്തത് അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ മിസൈൽ മാൻ എന്ന പേര് ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം ഇദ്ദേഹം ഡിഫൻസ് ഫോഴ്സിൽ ആദ്യം ചേരുന്നു. പിന്നെ ഇദ്ദേഹത്തെ വിക്രം സാരാഭായി ISRO-യിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്ന് ഇദ്ദേഹം 5 മിസൈലുകൾ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആകാശത്തോടുകൂടി വട്ടമിട്ട് പറയുന്നത് പറവകൾ മാത്രമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം SLV ലോഞ്ചിങ് വെഹിക്കിളും 5 മിസൈലുകളും ഇന്ത്യക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. ഈ ഒരു ജീവിതം തന്നെയാണ് ഇദ്ദേഹത്തെ രാഷ്ട്രപതിയിലേക്ക് എത്തിക്കുന്നത്. രാഷ്ട്രപതി ഒരിക്കലും ഇന്ത്യയിലെ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇദ്ദേഹം ഒരിക്കലും നമ്മളാരും മറക്കാത്ത ഒരു രാഷ്ട്രപതിയായി 2002 മുതൽ 2007 വരെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരിക്കുന്നു. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭരത് രത്ന തുടങ്ങിയ 3 അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി. അതുപോലെ തന്നെ അവസാനമായി ഇന്ത്യയിലെ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തു
എത്തുന്നതാണ് സ്വപ്നം എന്ന വിശ്വവിഖ്യാതമായ വചനം ഇദ്ദേഹത്തിൻ്റെതാണ്. 2015 ജൂലൈ 15 ഇദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള റഫറൻസുകളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ രാഷ്ട്രപതിയിലേക്കുള്ള യാത്ര എന്ന സംയുക്ത കൃതി, അതുപോലെ തന്നെ വി ദേവദാസ് രചിച്ച അബ്ദുൽ കലാമിൻ്റെ യാത്രകൾ, മൂന്നാമതായിട്ട് വിക്കിപീഡിയയിൽ തന്നെ ധാരാളം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ധാരാളം വീഡിയോകൾ, ബയോഹിസ്റ്ററികൾ ലഭ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ അബ്ദുൽ കലാം തന്നെ രചിച്ച അഗ്നിപരീക്ഷയുടെ വിവർത്തനവും ലഭ്യമാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.